ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന. അപ്പോൾ രാവിലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എണീറ്റ് കർട്ടനൊക്കെ നീക്കി ഈ ജനലിൽ കൂടെ ഈ സൺറൈസൊക്കെ നോക്കിയിരിക്കുകയാണ്. ഞാൻ മിക്കപ്പോഴും ഈ രാവിലത്തെ വ്യൂ ഒന്ന് കാണാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒന്ന് ഫ്രഷായിട്ട് കിച്ചണിലോട്ട് പോവാണ്. അപ്പോൾ കിച്ചണിൽ പോയിട്ട് ചെറിയ ആൾക്കുള്ള പാലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ മിക്കപ്പോഴും തിളച്ച് തൂവി പോകാറുണ്ട്. ഇന്നത് സംഭവിച്ചില്ല. എന്നിട്ട് പൂരിക്കുള്ള മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചു. അപ്പോൾ ചെറിയ ഉണ്ടകളൊക്കെ ആക്കി കുറേശ്ശെ ഞാൻ പരത്തിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം നമ്മുടെ പൂരിയുടെ മാവ് നല്ലോണം ഇങ്ങനെ പൊളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം നല്ല ക്രിസ്പിനെസ്സിലുള്ള പൂരി തന്നെയായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. ഞാൻ കുറച്ച് നാളായിട്ടുണ്ടായി പൂരിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ രണ്ടാൾക്ക് മദ്രസ ഉള്ള കാരണം ഞാൻ രണ്ടാളെ എണീപ്പിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതിലേക്കുള്ള മസാലക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ അധികം മസാലപ്പൊടികളൊന്നും ചേർക്കാറില്ല. ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇഞ്ചിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഉരുളൻകിഴങ്ങ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കടുകൊക്കെ വറുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിലോട്ട് ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് തട്ടി ഇങ്ങനെ നല്ലോണം ഒന്ന് കുറുക്കി വരുന്ന വരെ വെയിറ്റ് കിട്ടുക. നല്ല അടിപൊളി കിഴങ്ങ് കറിയാണ് കേട്ടോ അത്. അധികം വേറെ ഒരു മസാലപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ പൂരിയും കറിയൊക്കെ റെഡി ആയിട്ട് അവരെ ഫുഡ് കഴിക്കാൻ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പച്ചമുന്തിരി അവർക്ക് വേണ്ടി പാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഒരു സൗണ്ട് പുറത്തുനിന്ന് കേട്ടത്. അപ്പോൾ നമ്മുടെ മയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വരുന്ന വിരുന്നാരാണ് കേട്ടോ ഇവരെ കണ്ട കാരണം തന്നെ ഉമ്മ പറയായിരുന്നു ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി മയിലിനെ നോക്കി. പിന്നെ നമ്മുടെ പാല് പഠിക്കുക വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം എടുക്കണം, അല്ലെങ്കിൽ സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ചീത്തായി പോവും. അപ്പോൾ മക്കൾ റെഡി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ലൂപ്പിക്കത്തേനൊക്കെ ഒന്ന് നോക്കി. അപ്പോഴാണ് മദ്രസ വണ്ടിയുടെ സൗണ്ട് കേട്ടത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയായിരുന്നു വേഗം തന്നെ പുറത്തോട്ട് ഇറങ്ങി നിൽക്കാനായിട്ട്. അപ്പോൾ അവർ ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് പോകുന്നു. നമ്മുടെ ഉച്ചയ്ക്കുള്ള പരിപാടി നോക്കണം. ചിക്കൻ ജസ്റ്റ് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് വേഗം ഒന്ന് റെഡിയാക്കുകയാണ്. വേഗം വറുത്തെടുത്ത് പിന്നെ ഒന്ന് സെറ്റായി കഴിഞ്ഞ ശേഷം പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നല്ല മഴക്കോളുണ്ടായിരുന്നു. അടിപൊളി കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ വീശിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മക്കളും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ ചാരി തുടങ്ങി. ധാരാളം ഇലകളൊക്കെ മുറ്റത്ത് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. സൂപ്പർ മഴയായിരുന്നു കേട്ടോ നമുക്ക് ഇന്നലെ കിട്ടിയത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കളും മദ്രസയിട്ട് എത്തി. അപ്പോൾ മഴയൊക്കെ നല്ലോണം ഞങ്ങൾ ആസ്വദിക്കുകയാണ് കേട്ടോ. മഴയ്ക്ക് കൂട്ടായിട്ട് പിന്നെ നല്ല അടിപൊളി കാറ്റും കൂടെ ഉണ്ടായിരുന്നു. ഈ പ്ലാവും തെങ്ങൊക്കെ ആടുന്നത് കാണുമ്പോൾ തന്നെ പേടിയാവുമായിരുന്നു, അങ്ങനെ വീണാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. മക്കൾക്ക് നല്ല സന്തോഷമായി. ഒരുപാട് നല്ല ചൂടൊക്കെ അല്ലായിരുന്നു. അപ്പോൾ അതിലേക്കൊരു ആശ്വാസം എന്നാണ് ഈ മഴ എത്തിയത്. അപ്പോൾ മോളാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.